ലീഗ് പിരിച്ചുവിട്ടാൽ 6 മുസ്ലിം കോൺഗ്രസ് മന്ത്രിമാരുണ്ടാകുമോ? അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഞാന് ശരിക്കും പറഞ്ഞ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു വിശ്വസിക്കണില്ല. ഒരിക്കലും വിശ്വസിക്കണില്ല. ഞാൻ അതിന്റെ മുമ്പ് ഒരു കൂട്ടരോട് നമ്മൾ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതായത് UDFന് 6 മുസ്ലിം മന്ത്രിമാരുണ്ടാകുമെന്ന് 100% ഉറപ്പായിട്ടും UDFന് വോട്ട് ചെയ്ത ഹിന്ദുക്കള് അവരെ ഉറപ്പായിട്ടും ശരിക്കും അവർ മതേതരവാദികൾ തന്നെയാണ്. കാരണം വിജയരാഘവന്റെ നാവ്, AK ബാലന്റെ നാവ്, അതുപോലെ ശശികല ടീച്ചർ, അങ്ങനെ സുകുമാരൻ നായർ, വെള്ളാപ്പള്ളി, ഇവരൊക്കെ 6 മുസ്ലിം മന്ത്രിമാരുണ്ടാവുന്നൊക്കെ അങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ടും അതിനൊക്കെ അതിജീവിച്ച് അതെല്ലാം മതേതരത്താണ് വലുത്, നല്ലൊരു മുന്നണി വരണമെന്ന് ആഗ്രഹിച്ച് UDFന് വോട്ട് ചെയ്ത ഹിന്ദുക്കൾക്ക് പ്രത്യേക അഭിനന്ദനം നേരാണ്. ഇനി അടുത്തത്, ഇന്ത്യയൊക്കെ കാഴ്ചയിൽ ഏറിപ്പോയാല് ലീഗാണ് പിരിച്ചു വിട്ടാല്, ഇപ്പൊ കോൺഗ്രസിലാണ് ഭൂരിഭാഗം മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ ഏറിപ്പോയാൽ ഇതാ ഈ ഒന്നിക്കൊരു 2 കൂടി ഉണ്ടാവും. അതിനപ്പുറം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതായത് 21 മന്ത്രിസഭയിൽ ഒരു 3 മുസ്ലിം മന്ത്രിമാർ ഉണ്ടാവും, അതിലേറെ ഉണ്ടാവില്ല. ഇനിയിപ്പോ ഇടതുപക്ഷത്തിന്റെ ഇതായാലും ഇപ്പോ അങ്ങനെ ഇപ്പൊ ലീഗാണ്ട് പിരിച്ചിട്ടാലോ കുറെ ഇടതുപക്ഷത്തേക്കും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവല്ലോ. ഇപ്പോൾ നിലവിലുണ്ട്, ഇല്ലാന്നല്ല. ഏറിപ്പോയതാണ് ഈ 1-2 ഉണ്ടാവും. മുമ്പൊക്കെ ഉണ്ടായൊരു അഹമ്മദാബാദ് ഉണ്ടായൊരു ഒരു അരമന്ത്രി ഏറിപ്പോയാൽ ഉണ്ടാവും, അതിലേറൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോ ഇതിൽ ഏറിപ്പോലെ ഒരു 1 കൂടെ ഒരേ സമയം 3 മന്ത്രിമാര് ഇതാണ് ഈ ഒരു ഇക്വാലിറ്റിയിൽ ഉണ്ടാവും. അതിനപ്പുറം ഉണ്ടാവുന്ന ഞാൻ വിശ്വസിക്കണില്ല. പലർക്കും പല രൂപത്തിലും അതിന്റെ വിശ്വസിക്കാൻ അത് കാരണം അങ്ങനെയാണ്. അപ്പൊ ഓരോ ന്യായങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റി മറ്റുള്ളവർക്ക് അത്ര ഉണ്ട് ഇത്ര ഉണ്ട് എന്ന് പറഞ്ഞാണ്ട് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കണ്ടല്ലോ. അപ്പൊ കഴിഞ്ഞ മന്ത്രിസഭയിലൊക്കെ 4 കമ്മ്യൂണിറ്റി 8-9 മന്ത്രിമാരുണ്ട്. അത് നേരെ മറിച്ച് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി എന്നായിരിക്കുന്നെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ ഒരു പ്രശ്നം? ഇപ്പൊ ഒരു മാസമായി ഇപ്പോ UDF മന്ത്രിസഭയിൽ 6 മുസ്ലിം മന്ത്രിമാരുണ്ട്. ഈ കേരളത്തിൽ എന്തേ സംഭവിച്ച സമയത്തിന് മഴെത്തി, മറ്റേ എല്ലാവരും ഇത് പറഞ്ഞതാണ്, അങ്ങനെ വരെ പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ എന്താണ് ഇത് എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തെ ഒന്നടങ്കം ഒരു ഭാഗത്ത് നിർത്തിക്കാണ്ട് പരമാവധി ആക്രമിക്കുക. ഒരു കാര്യം ഉറപ്പാണ്, ഇനി അടുത്ത തവണയും എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സാഹചര്യത്തിലാണ് നിന്നു പോകുന്നതെങ്കിൽ ഇടതുപക്ഷം തിരിച്ചു വരില്ല. ഇത്തരത്തിലുള്ള വർഗീയത ഒക്കെ നിർത്താത്തോടൊന്നും അവർക്ക് അത്ര പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. ആ സമയത്ത് മിക്കവാറും തെക്കൻ ജില്ലയിലൊക്കെ BJP അടിച്ചു കയറാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. തെക്കൻ ജില്ലയിലെ ഇടതുപക്ഷത്തിന്റെ വേര് അറ്റുപോകാൻ ചാൻസ് ഉണ്ട്. വടക്കൻ ജില്ലയില് UDFും ഇടതുപക്ഷം തമ്മിൽ ഫൈറ്റും, തെക്കൻ ജില്ലയിലെ UDFും BJPയും തമ്മിൽ ഫൈറ്റ് വരുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ സംശയിക്കേണ്ട, ഇടതുപക്ഷം സാവധാനത്തിൽ ഇല്ലാതായി പോകേണ്ട ഒരു ഗതി വരെ വരും. ഈ ഒരു നിലപാടാണ് തുടരുന്നുണ്ടല്ലേ, വർഗീയത ഉള്ളിൽ കൂടി കയറ്റുന്ന ആ നിലപാടാണ് തുടരുന്നുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒരു ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇതിപ്പോ ഒരു സമൂഹത്തിന് കുറെ മന്ത്രിമാര് വേണം, അങ്ങനെ സമൂഹം നന്നാവുള്ളൂ, അങ്ങനെയല്ല. പക്ഷെ എന്നാലും ഉണ്ടല്ലോ ഇപ്പൊ പട്ടികജാതി സംവരണമൊക്കെ എന്തിനാ ഒരുക്കുന്നത്? പട്ടികജാതികൾക്ക് സംവരണം ഉണ്ടല്ലോ, ആ സമൂഹം ഏറാണ്. ഇപ്പൊ മുസ്ലിം മുസ്ലിങ്ങൾക്ക് മാത്രമേ ഇതാവുള്ളൂ, അതാണ് മുസ്ലിം മന്ത്രിമാർക്ക് വേണ്ടി വാദിക്കേണ്ട, അങ്ങനെ ഒന്നല്ല. പക്ഷെ എന്നാലും ഒരു കമ്മ്യൂണിറ്റിക്ക് ഒരു പരിഗണന കിട്ടേണ്ടത് ഒരു സാധാരണ. ഇപ്പൊ 27% മുസ്ലിംസ് ഉണ്ട് കേരളത്തിൽ. ഈ 6 എന്ന് പറഞ്ഞാല് നിലവിലുള്ള 6 മന്ത്രിമാർ തന്നെ ഏകദേശം അതിനോട് യോജിച്ചു വരുന്നുള്ളൂ, അല്ലാതെ കുറെ ബാക്കിയുള്ളത് മാന്തി പൊളിച്ചിട്ടൊന്നുമില്ല. ഇത് വർഗീയത പറയാൻ ചില ആൾക്കാർ പല കമന്റുകളിലും വരുന്നത് വർഗീയത പറയില്ല, ഉള്ള കാര്യം പറയണം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്